ഹലോ. മോളെൻ്റെ കൂടെ കട്ടിലിലാണ് കിടക്കാറുള്ളത്. പക്ഷേ എനിക്ക് അവളെ കട്ടിൽമ കിടത്തി പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടിയിലിട്ടിട്ട് ആൾ പിന്നെ ഇറങ്ങി വരാനുള്ള പ്രായം, നടക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഞാൻ ആളെ തൊട്ടിയിലൊക്കെ കിടത്തി പല്ല് തേക്കലും ഒക്കെ കഴിഞ്ഞ്. ഇത് ഇന്നലെ പുറത്ത് വെച്ച മീനാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ പുറത്ത് വെക്കുക. അപ്പം രാവിലെ നമുക്ക് കറിക്കും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് വെച്ചതായിരുന്നു. അപ്പോൾ വേഗം പണിയും കാര്യങ്ങളൊക്കെ വേഗം കഴിയും. മീനൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളതുമാണ്, അതേപോലെ ഐസും കാര്യങ്ങളൊക്കെ മാറിയതല്ലേ. അപ്പോൾ വേഗം നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നലെ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് അരക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറക്കണുണ്ട്. ഞാൻ ആദ്യം അരക്കണയിലേക്ക് അധികം വെള്ളം ഒഴിച്ചിട്ട് അരക്കില്ല. അധികം വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കണ്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല അരഞ്ഞ് കിട്ടില്ല നമുക്ക്, എന്നാലും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്ക് അരച്ചെടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആ പാകത്തിന് അരഞ്ഞ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു നാഴി എടുത്തിട്ടുള്ളൂ പച്ചരി. അപ്പം ബാക്കി പൊടി മിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിയും അതുപോലെ പച്ചരിയും പാടി മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ അവിടെ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശച്ചട്ടിയിൽ കുറച്ച് ഉപ്പിട്ട് വരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ പെട്ടെന്ന് അതിന് വിട്ട് വരും. അതൊരു അടിപൊളി ടിപ്പാണ്. ഞാനിതേപോലെ യൂട്യൂബിലൊക്കെ കണ്ടൊരു ടിപ്പാട്ടോ. അത് കറക്റ്റാണ്, നല്ല രീതിക്ക് വർക്കാണ് ഒരു ഐറ്റം കൂടെ അതിന്. അപ്പോൾ ഞാൻ ദോശയിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി അത് കറക്റ്റിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പീലറല്ല, നമ്മൾ ഇവിടെ കുക്കുംബർ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കുംബർ വെറും വയറ്റിൽ കുടിക്കലുണ്ട്. അത് കറക്റ്റ് എന്താ പറയുക, നമുക്ക് അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. 2 നേരം 3 നേരം നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിക്കുക, അതേപോലെ കുക്കുംബർ കട്ട് ചെയ്തത് കഴിക്കുക. അതൊക്കെ നല്ല ഒരു എന്താണ്, അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാവും. അസിഡിറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് കുറയാനൊക്കെ നല്ലതാണ്. ഞാനിവിടെ ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ദോശച്ചട്ടിയിലേക്ക് ദോശയൊക്കെ മിക്സ് ചെയ്ത് കമ്മിയാവാൻ അപ്പോത്തിന് കുക്കുംബറൊക്കെ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാതാണ് കേട്ടോ അരക്കാൻ. അങ്ങനെ അരച്ചിട്ട് ആ ജ്യൂസ് നമ്മൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വെറും വയറ്റിൽ ഇത് കുടിക്കുക. എന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ ചായ കാര്യങ്ങളൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മോള് നീച്ചിരുന്നു. അപ്പോൾ മോളൊക്കെ അടുത്തേക്ക് പോയി ഉപ്പാൻ്റെ അടുത്താക്കിങ്ങാണ്ട് വന്നത്. കിച്ചണിക്ക് വന്നപ്പോൾ നമ്മൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറച്ചെടുത്തിട്ട് നമുക്കെടുത്ത് മെത്തളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചെടുത്തുകൊണ്ട് നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കറിയിലേക്ക് റെഡിയാക്കി. ഞങ്ങൾ കറി ഈ മെത്തൾ കറിയും ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് രാവിലെ. അത് എളുപ്പമല്ലേ, എളുപ്പം കഴിയുമല്ലോ. അപ്പം അതിൽ അതാ തൂമിക്കൽ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ടപ്പോൾ അത് സിങ്കിൾക്ക് മാറ്റുകയാണ്. അങ്ങനെ ഞാൻ ആളെ സൗണ്ടൊക്കെ കേട്ട് പോയി നോക്കിയപ്പോൾ ആൾ സ്റ്റെയർ കേസ് കയറാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. അപ്പോൾ അതേപോലെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആളെ നേരെ ഉപ്പാൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് ഞാൻ കിച്ചണിക്ക് വന്നപ്പം ദോശ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ എന്തോ കിച്ചണിൽ നിന്ന് വരുമ്പോൾ കണ്ടതാണ് കുറച്ച് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാക്കി ഇന്നലെ രാത്രി തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടായിരുന്നു, കരിഞ്ചീരക വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് റീഫിൽ ചെയ്ത് കണ്ട് അവിടെ വെക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ട് കുറച്ചും കൂടെ ദോശ ഉണ്ടാക്കാൻ 2-3 ദോശയും കൂടെ മതി. അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തേനും എന്താ അമ്മ അവിടെ മീൻ വറ്റിക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് കളയൽ. ഇത് ഉമ്മ നല്ല നോക്കി വളർത്തുന്ന റംബൂട്ടാൻ തൈയാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ വേസ്റ്റ് കളയൽ. ചെടികൾക്ക് കിട്ടിക്കോട്ടെ, നല്ലതല്ലേ. ഇത് നമ്മളെ വീട്ടിലുള്ള മാതോളി നാരങ്ങ എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അതാണ്. അപ്പം എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പാക്ക് ഗ്രീൻ ടീ അല്ല, ഇപ്പോൾ സാധാ ചായയാണ് കുടിക്കലുള്ളത്. അപ്പോൾ ഉപ്പാക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മോൾക്ക് ഉള്ള ഭക്ഷണം കൊടുക്കുകയാണ്. ആളവിടെ കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, ഡ്രസ്സ് അതൊക്കെ കൊടുന്ന് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മോൾക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ടും വളർക്കാൻ വേണ്ടിയിട്ടും വന്നതാണ്. അപ്പോൾ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു ശുദ്ധവായുവൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ.
അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഞാൻ മോളെ ഉറക്കാൻ വേണ്ടിയിട്ട്, ആളെ ഉറങ്ങിയില്ല കേട്ടോ, ആളെ നേരെ ഉപ്പാൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചപ്പോൾ പിന്നെ ടൈം ആയിട്ടില്ല, മെഷീനിൽ ടൈം ആയിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉമ്മ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അരിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. മെത്തല നല്ല വെള്ളമൊക്കെ വറ്റി അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഞാൻ ചോറ് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ചോറൊക്കെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ചോറിൽ വെള്ളം മാറ്റാനുള്ളതൊക്കെ നമ്മൾ ഊറ്റിയെടുക്കല്ലേ ചോറ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിച്ചു വരാനും തുടക്കാനും കാര്യത്തിനും പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ മക്കൾ ഉറങ്ങാതിരുന്നാൽ തന്നെ കുറേ നേരം നമുക്ക് ലേറ്റ് ആവണ പോലെ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ പണിയോട്ടൊക്കെ എടുക്കുകയാണ്, ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളും എടുക്കുകയാണ്. ഞാൻ ആ സാധനത്തിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അടുത്ത റൗണ്ട് പോയപ്പോൾ ആൾ അവിടെ മുട്ട കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും പോവാണ്. ഒരു പാത്ത് നിൽക്കുന്ന പരിപാടിയില്ല. അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, വീണ്ടും അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. നമ്മളെപ്പോഴും അവരെ കുട്ടികളെ മുമ്പ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണമല്ലോ. അപ്പോൾ 1 മണിക്കൂറിനാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസത്തെ ഡ്രസ്സ് എങ്ങനെ ആയാലും ഉണ്ടാവും. എൻ്റെതും മോളതും ബെഡ്ഷീറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അയൽമേലൊക്കെ വിരിച്ച് ഇന്ന് എന്തോ ഭാഗ്യത്തിന് നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലൊന്ന് വരും ഒന്ന് പോവും, നല്ല ചൂടുള്ള വെയിലായിരുന്നു. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് അടിച്ചു വരി തുടക്കാമെന്ന് വിചാരിച്ച് ഒക്കെ കഴിഞ്ഞ് അത് ക്ലീൻ ആയെങ്കിലും അടുത്തത് നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല യൂസ്ഫുള്ളാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിവിടെ ഉമ്മ അവിടെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയിക്കാണ്ട് ഉമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ഉമ്മാൻ്റെ പിന്നാലെ ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ്. ഉമ്മാനെ കുളിക്കാനൊന്നും പറഞ്ഞേക്കാതെ അങ്ങനെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മോളെ ഏൽപ്പിച്ചെങ്ങാണ്ട് തുടക്കാനുള്ളതും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. തുടക്കാനുള്ള മഫൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഭാഗത്തൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങണ ഭാഗമല്ലേ, അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങണ ഭാഗത്ത് കുറച്ച് കച്ചറ ഉണ്ടപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞപ്പോൾ നമ്മൾ മഫ് പോയി തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതേപോലെ ഇവിടെ ഒരു അടിച്ചു വാരിയതല്ല മാത്രമായിട്ട് ഞാൻ ഇട്ട് വെക്കണതാണ്. ഇതിലൊന്നും ഉണ്ടായില്ല. നല്ലതല്ലേ നമുക്ക്, പിന്നെ എന്തിനെങ്കിലും ചെടിക്ക് വളമായിട്ടും കാര്യത്തിനൊക്കെ വെക്കാമല്ലോ. ഞാൻ നമ്മൾ തുടക്കണ തുണികളൊക്കെ തിരുമ്പി വെക്കേണ്ട. തുണക്കണ തുണികൾ നല്ല മുഷിഞ്ഞ പോലെ തോന്നും, പക്ഷെ കുറച്ച് അധികം കാലം പഴക്കമുള്ളതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് വരലുണ്ട്. അപ്പോൾ നമ്മൾ അതന്നെ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ മോളെ ഡയപ്പറുണ്ട്, അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജെല്ല് വേറൊരു ബക്കറ്റിൽ ഇട്ട് വെക്കുകയാണ്. അത് ഞാൻ കല്ലുപ്പിട്ടിട്ട് ക്ലീൻ ചെയ്യലാണ്, അത് അലിഞ്ഞു വരുമല്ലോ. ഞാൻ ലാസ്റ്റ് അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ